എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ഗാർലിക് പാൽ പൊറോട്ടയാണ് കേട്ടോ. സാധാരണ പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റ് അല്ല, ഇത് കറി ഇല്ലെങ്കിൽ പോലും നമുക്ക് ചുമ്മാ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. രാവിലെയോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി എപ്പോൾ വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. സാധാരണ പൊറോട്ടയെ പോലെ ഇത് വീശി അടിക്കേണ്ട ആവശ്യമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാൽ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പൊറോട്ടയുടെ റെസിപ്പി ഇഷ്ടമുള്ളത് വേഗം തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഗാർലിക് പാൽ പൊറോട്ട ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഗാർലിക് പാൽ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ 2 കപ്പോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള അളവ് കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലോ അളന്നെടുത്താലും മതി. ഇനി ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഈ ഒരു പൊടിയിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളം മധുരമുള്ള പൊറോട്ട കഴിക്കാനായിട്ടും കൂടുതൽ ടേസ്റ്റ് ആവുക, ഒരുപാട് വേണ്ട, 1 ടീസ്പൂൺ അളവിൽ മാത്രം മതി. ഇനി ഈ ഒരു മാവിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ഈ ഒരു മാവിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കൂടി നമ്മൾ കുഴച്ചെടുക്കുന്നതിന് മുന്നേ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. സാധാരണ കുഴച്ചെടുക്കുന്ന രീതിയിലല്ല, നമ്മളിതൊരു പാൽ വെച്ചിട്ടാണ് ഈ ഒരു പൊടി മുഴുവനായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഗാർലിക് പാൽ പൊറോട്ട എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പൊറോട്ട കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്, എന്നാൽ ഈ ഒരു പൊറോട്ട നമ്മൾ പാലിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. പാലെന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടുള്ള പാലല്ല, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഇളം ചൂടുള്ള പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് മൊത്തത്തിലങ്ങ് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിലോട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാനായിട്ട് കറക്റ്റായിട്ട് ഒരു മഞ്ഞ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡ് കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു മാവങ്ങ് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ മാവ് എന്ന് പറയുന്നത്. ഇനി ഒരു മാവ് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. നമ്മൾ ആ ഒരു സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ടൈമിൽ ഈ ഒരു മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് വീണ്ടും ഈ ഒരു മാവ് 1-2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മാവ് മുഴുവനായിട്ടും ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ചിട്ട് 8 ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിപ്പമുള്ള ഉരുളകളല്ല, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇനി ഒരു മാവിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു മാവ് നമുക്കങ്ങ് മാറ്റിയിട്ട് വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലോട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ, അതായത് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ നേരിട്ട് ഫ്രീസറിൽ നിന്ന് എടുക്കാതെ ഇതുപോലെ കുറച്ച് സമയം പുറത്തെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിതിൽ
ഇനി കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യട്ടോ, മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കരുത്. ഇതുപോലെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ചോപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോപ്പറിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഒരു ബട്ടറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി ഇതുപോലുള്ളൊരു കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകയിലോ കുറച്ച് ഓയിൽ നമുക്കിതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. അതിനുശേഷം ഓരോ ബോൾസായിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കണ്ട, ഇച്ചിരി കട്ടിക്ക് വേണം നമ്മൾ ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ ഈ ഒരു കനത്തിലും കട്ടിക്ക് ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം പരത്തി വെച്ച ഈ ഒരു മാവിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗാർലിക്കിൻ്റെയും ആ ഒരു ബട്ടറിൻ്റെയും മിക്സും ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇതുപോലുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തെന്ന് കഴിഞ്ഞാൽ അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ലെയറിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ലെയറും നമുക്കിതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ബട്ടറിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നാലാമത്തെ ലെയറും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റിലും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും പരത്തിയെടുക്കുന്ന സമയത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു നാലാമത്തെ ലെയറിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നല്ല നൈസായിട്ട് ഒരു ചപ്പാത്തി പല കോല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നന്നായിട്ട് നല്ല നൈസായിട്ട് അങ്ങോട്ട് പരത്തിയിട്ടെടുക്കാം. ഇതേപോലെ നന്നായിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുത്തെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടറിൻ്റെ മിക്സ് ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെന്ന് കൊടുത്തെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു ഭാഗത്തോട്ടങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു 4 ബോൾസും കൂടി നമുക്ക് ബാക്കിയുണ്ട്. അതും ഈ ഒരു രീതിയിൽ ആദ്യത്തെ ഒരു ലെയർ വയ്ക്കുക, അതിനുശേഷം ബട്ടർ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് ചെയ്തിട്ടെടുക്കുക. പരത്തിയെടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ബട്ടറൊക്കെ തേച്ച് കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മാവ് ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മാവും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ലെയറുകളുള്ള പൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാവ് കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ കത്തിയിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി.
ഇനി ഇത് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കങ്ങ് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ സാധാരണ പൊറോട്ട ചുടുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വലത് കൈയുടെ ഉള്ളം ഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. കറക്റ്റ് ഇത് ഈ ഒരു സ്ഥലത്ത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരത്തിയെടുത്താൽ തന്നെ നന്നായിട്ട് അതങ്ങോട്ട് പോന്നോളും കേട്ടോ. നമ്മൾ നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കണം. എങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കിതുപോലെ അങ്ങോട്ട് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് പരത്തിയെടുക്കുകയാണേ. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ഒന്ന് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതൊരു പാന് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്ന ഈ ഒരു ബട്ടറിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിങ്ങനെ ചേർത്ത് കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് ബട്ടർ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഈ ഒരു പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഓരോ പൊറോട്ടയും, അതായത് 3 പൊറോട്ടയാണ് കേട്ടോ ഞാൻ ഒരേ സമയം ഈ ഒരു പാനിൽ വെച്ച് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, എങ്കിലേ നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഓരോ സൈഡും വെന്ത് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഈ ഒരു ബട്ടർ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങ് തേച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് മൊരിയിച്ചിട്ട് കഴിക്കുമ്പോഴായിരിക്കും ഈ ഒരു പൊറോട്ടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ സാധാരണ പൊറോട്ടയിലെ പോലെ ഈ ഒരു പൊറോട്ട നമ്മൾ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഈ ഒരു ലെയറൊക്കെ പതുക്കെ അങ്ങോട്ട് വിട്ട് വന്നോളും. പിന്നെ ഈ ഒരു പൊറോട്ടയൊക്കെ ചൂടോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചൂടോടുകൂടി കഴിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ കറികളൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. അത്ര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പൊറോട്ടയിൽ മെയിനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് കേട്ടോ. ഗാർലിക് പാൽ പൊറോട്ടയാണല്ലോ. അപ്പോൾ ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗാർലിക് പാൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു ഗാർലിക് പൊറോട്ട ഇഷ്ടമുള്ളവർ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് Simna's Food World. Bye bye.